കഷണ്ടിയാൻ പോയി. കഷണ്ടിയാൻ കട്ടാക്കും ഇവന്മാർ. ഞാൻ പറഞ്ഞില്ലേ കട്ടാക്കുമെന്ന്. കഷണ്ടിയാൻ പോയി. നമ്മൾ നടന്നാണ് പോകുന്നത്. കഷണ്ടിയാൻ ഇങ്ങനെ പോവും. അവനിങ്ങനെ കഥയുണ്ടാക്കും നമ്മളവൻ്റെ കൂടെ പോയെന്ന്. കഷണ്ടിയാൻ്റെ കൂടെ. ഇന്ന് 5th January 2026. 5th January ഒക്കെ. സമയം 4 മണിയാവാറായി. പിന്നെ പണ്ട് കുറേ ഞാനിങ്ങനെ ഒറ്റയ്ക്കായിരുന്നു എൻ്റെ ആ വീട്ടിൽ. അന്നേരം നമ്മുടെ മണ്ടയ്ക്കോട്ടടിക്കുന്ന ഓർഗാനോഫോസ്ഫേറ്റ്സിനൊക്കെ ഭയങ്കര വാടയാണ്, വിഷവാതകം. അപ്പം നമ്മുടെ മണ്ടയ്ക്കോട്ട് അത് നമുക്ക് മണം കിട്ടാതിരിക്കാൻ പെർഫ്യൂമും കൂടെ അടിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ഞാനിവിടെ അമ്പാടിക്കട വരെ വന്നപ്പോൾ അവിടെ ഇങ്ങനെ നല്ല ആ നാറ്റം. അത് നല്ല പെർഫ്യൂമൊന്നുമല്ല, ഈ അറബി മൂത്രമുണ്ടല്ലോ അതുപോലത്തെ. ഇത് തേർഡ് റേറ്റ്സൊക്കെ ഇവിടെ പോയാൽ, ഗൾഫിൽ പോയാൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന കുറച്ച് പെർഫ്യൂമുണ്ട്. തേർഡ് റേറ്റ്സൊക്കെ വാങ്ങിക്കുന്ന പെർഫ്യൂം, അതുപോലത്തെ പെർഫ്യൂമുമായിട്ട് നടക്കുക ഇങ്ങനെ. വെറും തേർഡ് റേറ്റ് ചീപ്പ് പെർഫ്യൂം. അപ്പം ആരിങ്ങനെ ഇതാക്കുന്നു ഈ പെർഫ്യൂം. ഞാനപ്പം പറയുകയാണ്, നല്ല വല്ല പെർഫ്യൂമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇത് വെറും തേർഡ് റേറ്റ് ചീപ്പ് പെർഫ്യൂമായിട്ട് നടക്കുക. ബാറെത്തുമ്പോൾ ചിലപ്പം ഓഫ് ചെയ്യും. അങ്ങനെ പല ഇതാണ്.
ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് തന്നെ വരുമല്ലോ അല്ലേ? അങ്ങനെയാണല്ലോ. ഞാൻ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ദീപ പേര് കറക്റ്റായിട്ട് എഴുതി. എന്തോ 8033 ദീപ എസ് പണിക്കർ ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ. ആ അങ്ങനെയാണ് പറഞ്ഞേ. കുറച്ച് പേരുണ്ട്, നമ്മൾ വേറെ ആരൊക്കെയോ നമുക്ക് ഇട്ട് തരുന്നതെന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മുടെ അക്കൗണ്ടിൽ ആരൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ വഴി പേ ചെയ്താൽ അറിയാനൊക്കുമല്ലോ അല്ലേ? ആരെ ഇട്ടാലും അവരുടെ പേര് നമുക്ക് എന്തോ പക്ഷെ നമുക്ക് കോടതിയിൽ നിന്ന് എടുക്കേണ്ടി വന്നാൽ എടുക്കാൻ പറ്റത്തില്ലേ? കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാമല്ലോ. ആരൊക്കെയാണ് അയച്ചിരിക്കുന്നത് പേരുണ്ടാവുമല്ലോ.